ഇത് ആതിരയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹസദ്യയാണ്. വലുതുനിന്ന് പഴപ്പച്ചടി, ചമ്മന്തി, മുളക്, ബീറ്റ്റൂട്ട് പച്ചടി, കിഴങ്ങ് കറി, അവിയൽ, തൈര്, മാങ്ങ, നാരങ്ങാക്കറി, ഇഞ്ചി, തേങ്ങാപ്പീര കൊണ്ടുള്ള തോരന്, ശർക്കര വരട്ടി, ഏത്തയ്ക്ക വറ്റൽ, പഴം. മധ്യകേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നുള്ള സദ്യകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ സദ്യ. ഇവിടുത്തെ അവിയലിനകത്ത് കടല ചേർക്കാറുണ്ട്. ഇത് മധ്യകേരളത്തിലില്ല. അതുപോലുള്ള ഈ തൈര് മാങ്ങ ഇവിടുത്തെ സദ്യയുടെ ഒരു ഹൈലൈറ്റാണ്. അതുപോലായി ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീര കൊണ്ടുള്ള ഈ തോരനും ഈ സദ്യ വിഭിന്നമാക്കുന്നു. ചോറ് വന്നു, പരിപ്പൊഴിച്ചു, ഇതിൻ്റെ കൂടെ നെയ്യും ഉണ്ട്. ജയ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജയ റൈസിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോകത്തില്ല. രണ്ടാമതായിട്ട് ചോറും സാമ്പാറും വന്നു. 2 തവണ ചോറ് വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ പായസം വിളമ്പുന്നത്. പായസവും വന്നു. അടപ്രഥമനാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലൂടെ രണ്ടാമത്തെ പായസമായ കടലപ്രഥമനും വന്നിട്ടുണ്ട്. മധ്യകേരളം തൊട്ട് വടക്കോട്ട് അടപ്രഥമന് പകരം പാലടപ്രഥമനാണ്. മൂന്നാമതായിട്ട് ബോളി ഇട്ടിട്ടുണ്ട്. ബോളി ഇട്ടത് സേമിയ പായസം ഒഴിക്കാൻ വേണ്ടിയാണിത്. തെക്കൻ കേരളത്തിലെ സദ്യകളുടെ ഒരു ഹൈലൈറ്റാണ് 3 പായസവും ഈ ബോളിയും. ഈ ബോളിയുടെ മുകളിൽ സേമിയ പായസം ഒഴിച്ച് അത് കുഴച്ച് കഴിക്കുമ്പോഴാണ് സദ്യയുടെ പൂർണ്ണത വരുന്നത്. ചില സദ്യകളിൽ ബോളിക്ക് പകരം ബൂന്തിയാണ് ഉപയോഗിക്കുന്നത്. പായസം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ചോറിടും. ഇത് പുളിശ്ശേരി കൊട്ടി കഴിക്കാൻ വേണ്ടിയുള്ള ചോറാണ്. ഇതിൻ്റെ കൂടെ പച്ചമോരം തരുന്നതോടുകൂടി സദ്യ അവസാനിക്കും.